നല്ല പൊടിയുള്ള ചേനയും അതിൻ്റെ കൂടെ നല്ല ഉടിയും പയറും കൂടി കൂട്ടിയിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മളെ പറമ്പിൽ ഇതേ കുറ്റിപ്പയർ നട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒടിപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പയറാണ് കേട്ടോ. അപ്പോൾ ഈ കുറ്റിപ്പയർ ആവശ്യത്തിന് നട്ട് വളർത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ നല്ല അത്യാവശ്യം മൂത്ത് നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാൻ പാകത്തിനുള്ള അത്തരം പയർ നമ്മൾ പറിച്ചെടുക്കാനായിട്ട് പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വീട്ടിലും ആവശ്യത്തിന് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് വേണ്ട പച്ചക്കറിയും പയറും മുളകും ചീരയും ഒക്കെ നമുക്ക് കുഞ്ഞ് സ്പേസ് ആണെങ്കിൽ പോലും നട്ട് വളർത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളുടെ ആരോഗ്യമാണല്ലോ നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ വിഷമയമല്ലാത്ത പച്ചക്കറികൾ തന്നെ നമ്മളെ വീട്ടിൽ ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നട്ട് വളർത്താനായിട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്കിതേ പയർ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ അത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറെ ആസ്വദിച്ച് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്നും ആ ഒരു കഴിച്ചതിൻ്റെ രുചി എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്കിത് ഒത്തിരി പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുറ്റിപ്പയർ ഞാൻ നടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അധികം കടയിലൊക്കെ കിട്ടുന്നത് ഒത്തിരി വാടിയതാണ് നമുക്ക് കടയിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് ഇത്രയൊരു രുചി നമുക്ക് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നട്ട് വളർത്തണം. നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ കുറ്റിപ്പയറിൻ്റെ വിത്ത് നട്ട് വളർത്തി. അപ്പോൾ അതിൽ ആദ്യം ഉണ്ടായ പൂക്കളിലൊക്കെ കുറച്ചായിട്ട് കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഒരുമിച്ചെടുത്ത് തോരൻ വയ്ക്കാനില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇനിയൊരു ഒരാഴ്ചയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പറിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തോരൻ വയ്ക്കാനുള്ളത് കിട്ടും. ഇപ്പോൾ നമുക്ക് അത്ര തന്നെ ആയിട്ടില്ല. പായ പയർ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഇതുപോലെ നട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. നമുക്ക് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പോൾ കുറച്ചുള്ള സ്പേസ്, ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും സ്പേസ് ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ തന്നെ നമുക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ. ഇതിനൊന്നും ഒരുപാട് പരിചരണം ഒന്നും വേണ്ട. ഞാനിവിടെ വെറുതെ നട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വളം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ വെറുതെ നട്ട് കൊടുത്ത് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ വെള്ളവും നന്നായിട്ട് കൊടുത്തിട്ട് അങ്ങനെ വളർത്തുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇത് കണ്ടില്ലേ, പയറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിളവെടുപ്പിനുള്ളത് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം ഞാൻ ഈ ഒരു വിഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം എനിക്കിത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചത് കേട്ടോ. അപ്പോൾ അതേ ഒരു പിടി പയർ, അതിലും അത്യാവശ്യം മൂത്തുണ്ടായിരുന്ന പയറെല്ലാം ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് ചേനയുടെ ഒരു ഹാഫ് പോർഷനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ ഒറ്റ തവണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും തയ്യാറാക്കാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തയ്യാറാക്കുന്ന ഒരു വിഭവമായിട്ട് നിങ്ങൾക്കത് മാറും. അതുകൊണ്ട് ഇതുപോലെയുള്ള ഇച്ചിരി മൂത്തതൊക്കെ നമ്മൾ അതിൻ്റെ സീഡ് മാത്രമാണ് എടുക്കുന്നത്. തോല് കളയും കേട്ടോ. അല്ലാത്തത് നമുക്ക് ഒടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതേ ചേനയുടെ തോലൊക്കെ ചെത്തി നല്ല ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചേന ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മളെ കൈ ചൊറിയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടിപ്പാണ്. ചേന ചൊറിയുന്നവരുണ്ടെങ്കിൽ ഈ ചേന നമ്മൾ കുറച്ച് നേരം ഒരു പീസ്, നമ്മളിപ്പോൾ പിറ്റത്തെ ദിവസം വെക്കാനുള്ളതാണെങ്കിൽ തലേ ദിവസം തന്നെ ആ ഒരു വെക്കാൻ ആവശ്യമായിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കുക. രാവിലെ എടുത്ത് നിങ്ങൾ ക്ലീൻ ചെയ്തോളൂ. ഒട്ടും തന്നെ ചൊറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചേന ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതുകൊണ്ട് തന്നെ കൈയൊന്നും ചൊറിയുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മൾ പയറും ഒടിച്ചെടുത്തു കേട്ടോ. ഭയങ്കര സ്വാദാണിത് കഴിക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒടിപ്പയർ തന്നെ വേണം ഇതിന് കേട്ടോ. അപ്പോൾ ധാരാളം പയർ നമ്മൾ ഒറ്റ മരടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കായ്ക്കും. അതുകൊണ്ട് ഇത് നട്ട് വളർത്താൻ താല്പര്യമുള്ളവർ വീടുകളിലൊക്കെ നമുക്ക് കുറ്റിപ്പയറിൻ്റെ വിത്ത് പിന്നെ വിതപ്പയറിൻ്റെ വിത്ത് നമുക്കിപ്പോൾ ഇഷ്ടം പോലെ സുലഭമായിട്ട് മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് നട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാനിതേ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ ചേന വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചേന നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല, ചൊറിയും. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി കൊണ്ടുവന്ന് വൃത്തിയാക്കിയിട്ടുള്ള ചേനയും ഒടിപ്പയർ വൃത്തിയായി ഒടിച്ചെടുത്തത് അതും കൂടി കുക്കറിലിട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറവ് ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ഇത് വേവാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കിളുന്ത് പയറിങ്ങനെ ഒടിച്ചെടുക്കുന്ന വളരെ മൂക്കാത്ത പയറായതുകൊണ്ട് പെട്ടെന്ന് വേവും. ചേനയും അത്യാവശ്യം നല്ല മൂത്ത് വിളഞ്ഞ ചേനയാണ്, അതും പെട്ടെന്ന് വേവും. അതുകൊണ്ട് 1/4 ഗ്ലാസ് വെള്ളം മതി.
പിന്നെ ഇതിലേക്ക് നമുക്ക് അത് മൂടി വെച്ചൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 മുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് താല്പര്യം പോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 3 ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചതച്ച് നമ്മൾ സാധനങ്ങൾ തേങ്ങയൊക്കെ ചതയ്ക്കുന്ന സമയത്ത് ഒരു പിഞ്ചയിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കണേ, ഒരു പ്രത്യേക സ്വാദാണ്. അത് അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്തോളൂ കേട്ടോ, ഒരു ടിപ്പാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതും കൂടി ചേർത്ത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കണം. അത് ചതച്ച് വന്നപ്പോഴത്തേക്കും ഒറ്റ വിസിലടുപ്പിച്ചെടുത്തുള്ള കുക്കറിൽ ഇത് കണ്ടോ, ചേന നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, പയറും വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പയറും ചേനയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെന്ത് വന്ന പയറിലേക്കും ചേനയിലേക്കും നമ്മൾ ചതച്ച് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഈ തേങ്ങേൻ്റെ കൂട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ തേങ്ങേൻ്റെ കൂട്ടിൽ ഞാൻ ഉപ്പിടണം എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഉപ്പിട്ടിട്ട് ചതച്ചെടുക്കുന്ന ക്രഷ് ചെയ്തെടുക്കുന്ന ആ ഒരു കൂട്ടിനൊരു പ്രത്യേക സ്വാദ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം, ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ അതേ നമ്മൾ തേങ്ങ ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. കുക്കറിൽ തന്നെ നമ്മളൊരു അടുപ്പ് കത്തിച്ചിട്ട് ഈ കുക്കറിൽ തന്നെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ഒരല്പം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ, നാടൻ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും ഈ ഒരു തോരൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വാദ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കുഞ്ഞുള്ളി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അതൊരു ഗോൾഡൻ ഷെയ്ഡ് കളറായി വരുന്നവരെ ഫ്രൈ ചെയ്യണം. അന്നേരമാണ് നമുക്ക് ആ എണ്ണയിലേക്ക് നല്ല രീതിക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് ആ ഒരു കടുകിൻ്റെയും കറിവേപ്പിലേൻ്റെയും ചെറിയുള്ളീൻ്റെയും ഒക്കെ ഫ്ലേവർ വന്നിട്ടുണ്ട്, ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ തേങ്ങേൻ്റെ കൂട്ട് ചേർത്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പയറും അതുപോലെ തന്നെ ചേനയും നല്ല രീതിക്ക് തേങ്ങേൻ്റെ കൂട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തോരന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടും കൂടി നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കുക. ഇത്ര മാത്രമേ വേണ്ടുള്ളൂ. അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ ചേനയും പയറും ഒടിപ്പയറും തോരനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിപ്പയറിന് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും വെച്ച് ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.